ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റ് വേനൽ വൈബ എന്ന പേരിൽ കുട്ടികൾക്കായി വേനൽ അവധി ക്യാമ്പ് സംഘടിപ്പിച്ചു. 23-നും 24-നും കെയ്റോസ് ബർണശ്ശേരിയിൽ നടക്കുന്ന ക്യാമ്പ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ രവി മധുക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. തണൽ ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റ് ജില്ലയിൽ നടപ്പിലാക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് റെസിലിയൻസ് പദ്ധതിയുടെ ഭാഗമായാണ് കുട്ടികൾക്കായി വേനൽ വൈബ് എന്ന പേരിൽ വേനൽ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചത്. തണലിന്റെ നേതൃത്വത്തിൽ കൗമാരപ്രായക്കാരായ 15-നും 18-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു ക്യാമ്പാണ്. ക്യാമ്പിന് പേരിട്ടിരിക്കുന്നത് വേനൽ വൈബ് എന്നാണ്. എങ്ങനെയാണ് ക്യാമ്പ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ, തണലിന്റെ 21ഓളം പദ്ധതികളിൽ വിമൻ ആൻഡ് ചൈൽഡ് റെസിലിയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയൊരു പദ്ധതി 2 വർഷം മുന്നേ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. വയനാട്ടിലും കണ്ണൂരിലാണ് അതിന്റെ പൈലറ്റ് സ്റ്റഡി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗൃഹനാഥൻ നഷ്ടപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. അതുപോലെ തന്നെ അവിടുത്തെ അവരുടെ അമ്മമാർക്കും അവരെ ചേർത്ത് പിടിക്കുന്ന പദ്ധതിയാണ് വിമൻ ആൻഡ് ചൈൽഡ് റെസിലിയൻസ്. ആ ഒരു കുട്ടികളുടെ ഗ്രൂപ്പിൽ 15-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടൊരു 2 ഡേ ക്യാമ്പാണ് നമ്മൾ വേനൽ വൈബ് എന്ന നിലയിൽ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കൗമാരക്കാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ലഹരി, അതുപോലെ തന്നെ പ്രണയ ചതിക്കുഴികളും ഫോണിലൂടെയും ഒക്കെയുള്ള ഒരുപാട് കേസുകൾ നമ്മൾ കാണുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കണം എന്നുള്ളൊരു തിരിച്ചറിവാണ് തണൽ ഈ ഒരു വേനൽ വൈബ് എന്ന പേരിലൊരു ക്യാമ്പായി മാറിയത്. ഈ ക്യാമ്പിലൂടെ നമ്മൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് നമ്മൾ കാണുന്നത് ഈ ക്യാമ്പിലൂടെ സമൂഹത്തിന്റെ നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ നാളത്തെ പുതുതലമുറയായി നാടിനെ നയിക്കുന്ന ആളുകളായി മാറുക എന്ന് തന്നെയാണ്. എന്തായാലും വേനൽ വൈബ് കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വയനാട്ടിലേക്കും മറ്റു ജില്ലകളിലൊക്കെ വ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് തണലിന്റെ സംഘാടക പ്രവർത്തകരുള്ളത്. കുട്ടികളും നല്ല വൈബായിട്ട് തന്നെയാണ് ഈ ക്യാമ്പിനെ ഏറ്റെടുത്തിരിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകളായവരുടെ 15-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കായാണ് ക്യാമ്പ് നടത്തുന്നത്. ഞാൻ ഡോക്ടർ നൂർജഹാൻ. ഈ ചൈൽഡ് ആൻഡ് വിമൻ റെസിലിയൻസ് പ്രോജക്റ്റിന്റെ ഇപ്പം തണലില് ഈ പ്രോജക്റ്റ് ഹെഡ് ചെയ്യുന്നത് ഞാനാണ്. ഈ പ്രോജക്റ്റ് കഴിഞ്ഞ 2 വർഷമായിട്ട് വയനാട്, കണ്ണൂർ ജില്ലകളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കൾ മരണം കൊണ്ടോ അതല്ല മറ്റ് സാഹചര്യങ്ങൾ കൊണ്ടോ നഷ്ടപ്പെട്ട് മാതാപിതാക്കളുടെ ഒരാളുടെയോ അല്ലെങ്കിൽ 2 പേരുടെയോ ശ്രദ്ധയും പരിചരണവും കരുണയും മറ്റ് സ്നേഹവും കിട്ടാത്ത കുട്ടികളെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. അവരുടെ സാധാരണ രീതിയിൽ നമ്മുടെ ഇവിടെ കണ്ടുവരുന്ന ഒരു ട്രഡീഷൻ എന്ന് പറയുന്നത് ഈ കുട്ടികളെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക്, ഓർഫനേജിലോ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കോ പറഞ്ഞു വിടുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കണ്ടുവരുന്ന, നമ്മൾ ശീലിച്ചു വന്നിട്ടുള്ള ഒരു കാര്യം. പക്ഷേ ഇവിടെ നമ്മൾ ഈ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് അതിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ കുട്ടികൾക്ക്, ഏത് തരത്തിലുള്ള കുട്ടികളാണെങ്കിലും കുട്ടികൾക്ക് നല്ലതല്ല, അവരുടെ വളർച്ചയ്ക്ക് നല്ലതല്ല എന്നുള്ള പ്രാഥമിക തത്വത്തിന്റെ മേളിലാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അതിന് പകരം എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന കുട്ടികൾ എവിടെയാണോ ഉള്ളത് ആ ഫാമിലിയിൽ ഈ കുട്ടികൾക്ക് വേണ്ട പരിചരണവും എല്ലാ തരത്തിലുള്ള മറ്റ് കുട്ടികൾക്ക് കിട്ടുന്നത് പോലുള്ള എല്ലാ ശ്രദ്ധയും കാര്യങ്ങളും കിട്ടുന്ന തരത്തിലേക്ക് ഈ ഫാമിലിയെ കൂടി കേപ്പബിൾ ആക്കി എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 23-നും 24-നും കെയ്റോസ് ബർണശ്ശേരിയിൽ നടക്കുന്ന ക്യാമ്പ് കുട്ടികളുടെ സാമൂഹിക മാനസിക വളർച്ചയ്ക്കും സ്വയം തിരിച്ചറിവിനും സഹായകമാകും. എൻ്റെ പേര് ആനന്ദവല്ലി. ഞാൻ കണ്ണൂർ തണൽ ചൈൽഡ് ആൻഡ് വിമൻ റെസിലിയൻസ് പ്രോജക്റ്റിൻ്റെ ഒരു കോർഡിനേറ്ററാണ്, ഇരിട്ടിയിലെ കോർഡിനേറ്ററാണ്. എൻ്റെ കൂടെയുള്ള 2 പേരും കോർഡിനേറ്റേഴ്സാണ് കണ്ണൂരിൻ്റെ. ഒരാൾ തലശ്ശേരി താലൂക്കിൻ്റെ കോർഡിനേറ്റർ, ഒരാൾ കണ്ണൂർ കോർപ്പറേഷൻ്റെ താലൂക്ക് കോർഡിനേറ്ററാണ്. ഞങ്ങൾ ഈ പ്രോജക്റ്റിലേക്ക് വന്നിട്ട് 2 വർഷമായി. ഈ പ്രോജക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനില്ലാത്ത കുട്ടികൾ, അച്ഛനെ ഉപേക്ഷിച്ച് പോയ കുട്ടികൾ, അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളെയാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ ഈ പ്രോജക്റ്റിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. സമാപന സദസ്സ് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ CA ബിന്ദു ഉദ്ഘാടനം ചെയ്യും. തണൽ ജോയിന്റ് സെക്രട്ടറി N രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്നേഹ ബൈജു, സിദ്ദിഖ് പാലോട്ട്, അനാമിക തുടങ്ങിയവർ സംസാരിച്ചു.